ഞാൻ പറഞ്ഞ ഏകാധിപതികൾ തകരുകയും വീണ്ടും പല ഏകാധിപത്യ രാജ്യങ്ങളിലും അതെല്ലാം തകർന്ന ജനാധിപത്യവും കാര്യങ്ങളും വന്ന ചരിത്രം ലോകത്തുണ്ട്. ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. ആ ചരിത്രം എല്ലാവർക്കും ബാധകമാണ്. അത് സുരേഷ് ഗോപി പറഞ്ഞ പോലെ അവിടുത്തെ കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. എവിടെയും അത്തരം തെറ്റുകൾ ഉണ്ടെങ്കിൽ തിരുത്തപ്പെടും. അത് പ്രകൃതി നിയമമാണ്, അത് ദൈവത്തിൻ്റെ നിയമമാണ്, അത് നടക്കും. ഒരാൾക്ക് എല്ലാ കാലവും ഇതിങ്ങനെ കയ്യിൽ വെച്ചിരിക്കാൻ പറ്റില്ല എന്നാണ്. അത് ഈ സോഡാ കുപ്പിയിൽ ഗോലി ഇട്ടാലേ പിന്നെ കുപ്പി പൊട്ടിച്ചാലേ എടുക്കാൻ പറ്റുമെന്ന് കൊണ്ട് പറയത്തില്ല. അതുപോലെ ആയിരിക്കും. എനിക്ക് അറിഞ്ഞില്ല. മുഖ്യമന്ത്രി വി ഡി സതീശൻ നിരന്തരം NSS ജനറൽ സെക്രട്ടറി ആക്ഷേപിക്കുന്നു എന്നുള്ള പരാതി. അല്ല, അങ്ങനെയൊന്നും ആക്ഷേപിക്കുന്നത്. ഞാൻ സതീശനുമായിട്ട് എനിക്ക് ഒരുപാട് വർഷത്തെ പരിചയമുണ്ട്. ഞാൻ നേരത്തെയും പറഞ്ഞാണ്, സതീശൻ അങ്ങനെ ഒരിക്കലും NSSനെ ആക്ഷേപിച്ചതായിട്ടോ NSS മോശമായിട്ട് പറഞ്ഞിട്ടോ ഞാൻ കേട്ടിട്ടില്ല. കാരണം എൻ്റെ ഒരു പേഴ്സണൽ സുഹൃത്തായതുകൊണ്ട് ഞങ്ങൾ പണ്ടും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നതാണ് പേഴ്സണലി. അങ്ങനെ ഒരിക്കൽ പോലും അങ്ങനൊന്നും ഒരു സമുദായത്തെയും കളിയാക്കിയൊന്നും സംസാരിച്ചായിട്ട് എനിക്കറിയാം. ഈ പൊതിച്ചോറ് തടയുമെന്ന് ഇപ്പോൾ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു, ആരോഗ്യവകുപ്പ് മന്ത്രി. ഒപ്പം തന്നെ നേരെ സുധാകരനും ഇത് പറഞ്ഞിരുന്നു. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നത് ആശുപത്രിയിൽ കൊടുക്കുന്ന പൊതിച്ചോറ് തടയും. പാവങ്ങളെ പട്ടിണിയിലാക്കി കൊടുത്ത് തുടങ്ങിയല്ലേ ഉള്ളൂ. ആശുപത്രി കിടക്കുന്ന പാവങ്ങൾ ആര് പൊതിച്ചോറ് കൊടുത്താലും ഏത് പാർട്ടി കൊടുത്താലും അവരെ സംബന്ധിച്ചൊരു ആശ്വാസമായിരുന്നു. അത് തടയുന്നതുകൊണ്ട് കുഴപ്പമില്ല. പൊതിച്ചോറ് പകരം പുള്ളി കൊടുത്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. പൊതിച്ചോറ് പുള്ളി കൊടുക്കാൻ പറയും, പുള്ളി കൊടുക്കണം. കാരണം ഇവർ വർഷങ്ങളായി, ഇന്നല്ല, കൊറോണ വരുന്നതിന് മുമ്പ് തന്നെ DYFI പ്രവർത്തകർ എല്ലാ താലൂക്ക് ആശുപത്രികളിലും അവർ എല്ലാ ദിവസവും കൃത്യമായി പൊതിച്ചോറ് എത്തിക്കുകയും അത് ആശ്രയിച്ച് ഒരുപാട് പാവങ്ങൾ, ഈ രോഗിയായിട്ട് വരുന്ന ആളുകൾ പലപ്പോഴും സാധാരണക്കാരാണ്. അവർക്ക് ജോലിക്ക് പോകാൻ പറ്റത്തില്ല, അവിടെ അഡ്മിറ്റഡാണ്. അവരെ ബൈസ്റ്റാൻഡർക്കും ജോലിക്ക് പോകാൻ ഒക്കത്തില്ല. അപ്പോൾ അവരും അഡ്മിറ്റഡ് അവിടെ. അപ്പോൾ ആ ആശുപത്രി കോമ്പൗണ്ടിൽ നിന്ന് 2 പേർക്ക് കഴിക്കാനുള്ള ഭക്ഷണം കിട്ടുമെങ്കിൽ അത് ഇല്ലാതാക്കുമെന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഒരാൾക്ക് മനോഹരമായ ഭൂഷണമാണോ അദ്ദേഹത്തിൻ്റെ മിടുക്കാണോ എന്നുള്ള കാര്യം ജനങ്ങൾ തീരുമാനിക്കണം. ഞാനെന്തായി പറയാൻ പറയും. കാരണം പാവങ്ങൾക്ക് കിട്ടിയെന്നൊരു ആനുകൂല്യം അത് നിർത്താൻ പാടില്ല എന്നുള്ളതാണ്. അത് നിർത്തേണ്ടത്. അത് ബോർഡ് വെച്ചാലും ഇല്ലെങ്കിൽ DYFI കൊടുക്കും. DYFI കൊടുക്കുന്നത് ബോർഡ് വയ്ക്കാൻ വേണ്ടിയല്ല. DYFI ബോർഡ് വെച്ചാലും ഇവരോടൊപ്പം വിളിക്കും. ബോർഡ് വയ്ക്കാതെ DYFI അത് കൊടുക്കും. കാരണം അത് ഒരു നിസ്സാര കാര്യമായി നമ്മളതിനെ കാണരുത്. യൂത്ത് കോൺഗ്രസിന് ഒരിക്കലും കഴിയാത്തൊരു കാര്യമാണ് DYFI ചെയ്തത്. അവർക്കും ആകാമല്ലോ, അവർക്കും ചെറുപ്പക്കാരല്ലേ, അവരും കൂട്ടായ്മയില്ലേ, അവർക്കും ഇതുപോലെ പൊതിച്ചോറ് കൊണ്ടുപോയി എന്തുകൊണ്ട് പോയില്ല ഇത്രയും കാലം? DYFIക്കാർ മാത്രം എന്തുകൊണ്ട് പോയി? അപ്പോൾ ഒരു നല്ല കാര്യം ചെയ്യുന്നവനെ ഓടിച്ചു വിടും. ചാരിറ്റബിൾ പ്രവർത്തനം നടത്തുന്നവരെല്ലാം നാട്ടിൽ നിന്ന് ഓടിക്കും എന്നൊരു മന്ത്രി പറഞ്ഞാൽ അത് ശരിയാണോ? ഇതൊരു ചാരിറ്റബിൾ പ്രവർത്തനമാണ്. അല്ലാതെ ഈ ചോറുണ്ടവരെല്ലാം CPM വോട്ട് ചെയ്തോ? അതൊന്നുമില്ല. അതൊരു മൂഢവിശ്വാസമാണ് അങ്ങനെ. കാരണം അതൊരു നല്ല കാര്യം ചെയ്യുന്നു. DYFI പ്രവർത്തകർ അനേക വർഷങ്ങളായി ഒരു നല്ല കാര്യം ചെയ്യുന്നു. അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതിന് പകരം അത് നിർത്തലാക്കും, അത് അടിച്ചമർത്തും. അതല്ലല്ലോ ഇവിടുത്തെ കേരളത്തിലെ പ്രധാന വിഷയം. അതല്ല ആരോഗ്യരംഗത്തെ പ്രധാന വിഷയം ഇതാണോ? മരുന്ന് വാരി കുത്തിവയ്ക്കലും സൂചി കുത്തിക്കയറ്റലും ഒടിഞ്ഞു വയ്ക്കലും അതൊക്കെ അല്ലേ? അതൊക്കെ പരിഹരിക്കും.